ഡയറ്റ് എടുക്കുന്ന സമയത്ത് സാലഡ്സ് എന്തിനാണ് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത്? ഇത് പറയുന്നുണ്ടെങ്കിലും പലരും തന്നെ ഈ സാലഡ്സ് കൂടുതലായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരു ഡയറ്റ് എല്ലാം കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു ഡയറ്റ് എടുത്തിട്ടൊരു 2 to 3 days കഴിയുമ്പോൾ പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മെയിനായിട്ടും അവരുടെ ഡയജഷനാണ്. ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുപോലെ തന്നെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ പ്രോപ്പറായിട്ടൊരു സാലഡ്സ് അവർ ഡയറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസും ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ കുറച്ചെടുക്കാനും സാധിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ സാലഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാലഡ്സ് കഴിക്കുമ്പം 2 രീതിയിലായിട്ട് നമുക്ക് കഴിക്കാം. ഒന്ന് ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് സാലഡ്സ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് മാത്രം എടുക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകളിൽ പെട്ടെന്ന് ഒരു ദഹനം നടക്കുകയും പെട്ടെന്ന് വിശപ്പുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പൈനാപ്പിൾ, മാംഗോ, സ്ട്രോബെറി, പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വിശക്കാൻ തുടങ്ങും. അന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രൂട്ട്സുകൾ കഴിക്കണ്ട എന്ന് പറയുന്നില്ല, നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പപ്പായ, അതുപോലെ തന്നെ കൂടുതൽ മധുരം ഇല്ലാത്ത പഴം, റോബസ്റ്റ് പഴം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റും. നേന്ത്രപ്പഴം കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചെറുപഴം ഉണ്ട്, കദളിപ്പഴം, അതും കൂടുതലായിട്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. പലരും ഷേക്ക് ആക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു ചെറിയ കദളിപ്പഴം നന്നായിട്ട് ഷേക്ക് ആക്കിയിട്ട് കുടിക്കാറുണ്ട്. അതൊക്കെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പാടില്ലാത്തതാണ്. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫൈബേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ആപ്പിൾ നമുക്ക് എടുക്കാം. ആപ്പിൾ വലിയ പ്രശ്നമല്ല, കാരണം അതിനകത്ത് സ്വീറ്റൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഗ്രീൻ ആപ്പിൾ കഴിക്കാം. ഇപ്പം തന്നെ ആപ്പിളിൽ പല വെറൈറ്റി ആപ്പിളുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് മധുരമുള്ള ആപ്പിൾ ഉണ്ട്, കുറച്ച് മധുരം കുറഞ്ഞ ആപ്പിൾ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ആപ്പിൾ കിട്ടുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പഴം സെലക്ട് ചെയ്യുമ്പോൾ റോബസ്റ്റ പഴം, അത് നല്ല പഴുത്ത അലിഞ്ഞിട്ടുള്ള റോബസ്റ്റ പഴം നിങ്ങൾ കഴിക്കരുത്. ഒരു മീഡിയം പഴുപ്പിലുള്ള റോബസ്റ്റ പഴമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സുകൾ കൂടുതൽ എടുക്കുക. അതുപോലെ ചക്ക, മാങ്ങ, പൈനാപ്പിൾ, അതുപോലെ തന്നെ നമ്മുടെ കൂടുതലായിട്ടും മധുരം വരുന്ന ചിക്കു പോലെയുള്ള ഫ്രൂട്ട്സുകൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കണം. അത് പെട്ടെന്ന് നമ്മുടെ രക്തത്തിലോട്ട് ഷുഗർ റിലീസ് ചെയ്യുന്നതിന് കാരണമാവും. അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സുകൾ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സുകൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അത് ഷേക്ക് ആക്കാതിരിക്കുക. പലരും ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഒരു പെട്ടെന്ന് കഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സുഖം, നമുക്കൊരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ഷേക്ക് രൂപത്തിലാണ് ഒരു ഫ്രൂട്ട് കഴിക്കാൻ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുക. നാരുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ യാതൊരു ഗുണവും നമ്മുടെ ബോഡിക്ക് കിട്ടില്ല. പിന്നെ ഷേക്ക് അടിക്കുന്ന സമയത്ത് പലരും ജാഗരി, ഷുഗർ ഇതൊക്കെ ആഡ് ചെയ്യും. ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ പറയുകയാണ്, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് സാലഡ്സിനകത്ത് ഫ്രൂട്ട്സ് എടുക്കാം. ഫ്രൂട്ട്സിനകത്ത് നമുക്ക് വേണമെങ്കിൽ സീഡ്സുകളൊക്കെ ഉൾപ്പെടുത്താം. ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഈ സീഡ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം, നല്ലൊരു സാലഡ്സ് കഴിക്കാവുന്നതാണ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ കുക്കുംബർ കഴിക്കാം. കുക്കുംബറിനകത്ത് വാട്ടർ കണ്ടന്റ് നല്ല രീതിയിൽ കൂടുതലാണ്. അപ്പോൾ കുക്കുംബർ ഒരു ഫുൾനെസ് തരികയും ചെയ്യും, പെട്ടെന്നൊന്നും വിശക്കില്ല. അതാണ് ഒരു കുക്കുംബറിൻ്റെ ഒരു ഗുണം. കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇതൊക്കെ നമുക്ക് എടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒലീവ് ഓയിൽ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ കഴിവതും സോൾട്ട് ഉപയോഗിക്കാതിരിക്കുക. സാൾട്ട്, ഷുഗർ, ചില ആളുകൾ ഷുഗറൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ അറേബ്യൻ സാലഡ്സ്, അങ്ങനെ കുറേ സാലഡ്സ് ഉണ്ട്. ഇത്തരം സാലഡ്സിന് അത് ചിലപ്പോൾ ചെറിയ മധുരമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. അപ്പോൾ ഹണി ആണെങ്കിൽ ചെറിയ അളവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ചില ആളുകൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചോദിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ ഗ്രീൻ സാലഡ് മാത്രം വാങ്ങിയിട്ട് കഴിക്കുക. ഗ്രീൻ സാലഡ് ആകുമ്പോൾ കുറച്ച് ലെറ്റ്യൂസും ഇലകളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക. പിന്നെ സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടൊമാറ്റോ നല്ലതാണ്. ചെറിയൊരു കഷ്ണം ടൊമാറ്റോ, ഒരുപാട് ടൊമാറ്റോ വേണ്ട, ചെറിയൊരു പീസ് ടൊമാറ്റോ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് സാലഡ്സ് ആക്കിയിട്ട് കഴിക്കുക. അതും നമുക്ക്
ഈ ഒരു ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകൾ സാലഡ്സ് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും പ്രോട്ടീൻസ് ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ എടുക്കുക, അതിൻ്റെ കൂടെ കുറച്ചധികം സാലഡ്സ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഭവങ്ങൾ വേണമെങ്കിൽ, അതായത് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാം. അല്ലാതെ സാലഡ്സ് നിങ്ങൾ കഴിക്കേണ്ടത് ഇൻ ബിറ്റ്വീൻ ഒരു മിഡ് മീൽ ടൈം ഉണ്ട്. നമുക്ക് വിശക്കും, ഉച്ചയ്ക്കും രാവിലെ ഇടയ്ക്കൊക്കെ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സാലഡ്സ് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ രാത്രി സമയങ്ങളിൽ കൂടുതൽ സാലഡ്സുകൾ കഴിക്കുന്നത് ഹെൽത്തി ആണോ എന്ന് ചോദിക്കാറുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്നതിന് ഒരു 2 hour മുൻപായിട്ട് എന്ത് ഫുഡാണെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം. അതാണ് നല്ലൊരു ഡൈജഷൻ, നല്ലൊരു ദഹനം നിങ്ങൾക്ക് തരുന്നത്. അപ്പം അത് എല്ലാവരും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കണം. അപ്പോൾ സാലഡ്സിനകത്ത് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രീൻ സാലഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രീൻ സാലഡ് പോലെ തന്നെ നമുക്ക് കുറച്ച് നോൺ വെജ് മിക്സ് ചെയ്തിട്ട് സാലഡ്സ് കഴിക്കാം. അതെന്ന് പറയുമ്പോൾ നമുക്കൊരു നേരത്തെ ഫുഡായിട്ട് അത് മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾ രാവിലെ സാലഡ്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന ലീഫ്, ലെറ്റ്യൂസ്, ക്യാബേജ്, നമുക്ക് ബ്രൊക്കോളി ഉണ്ടെങ്കിൽ ബ്രൊക്കോളി ഇടാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം, ടൊമാറ്റോ, ബെൽ പെപ്പേഴ്സ് ആഡ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ സ്റ്റീം ചെയ്തിട്ട് പെപ്പറും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ സ്റ്റീം ചെയ്തിട്ട് നമുക്ക് ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് നമുക്ക് നല്ല രീതിയിലൊരു ഫുൾനെസ് തരും. അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ, മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരിക്കലുമില്ല. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മാരേജ് ഫംഗ്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കിപ്പോൾ നോൺ വെജും ഉണ്ടാവും വെജും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ റൈസ് ഐറ്റംസ് കൂടുതൽ കഴിക്കാതിരിക്കുക. അപ്പോൾ നോൺ വെജ് മാത്രമേ നമുക്ക് വാങ്ങിയിട്ട് കഴിക്കാം. ഇപ്പോൾ ബൊഫെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സാലഡ്സും എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാലഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് സാലഡ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഈ രീതിയിൽ അതിനകത്ത് വെജിറ്റബിൾസും കൂടി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ എന്തിനാണ് സാലഡ്സ് കഴിക്കുന്നത്? സാലഡ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഫുൾനെസ് തരും. കാരണം ഈ പച്ചക്കറികളെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നോൺ വെജ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുൾനെസ് തരും. പിന്നെ നോൺ വെജിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചക്കറികളും കൂടി കഴിക്കുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, വയറ് പെട്ടെന്ന് ഉറച്ചു പോകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഫൈബേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള സാലഡ്സ് നിങ്ങളോട് നിർബന്ധമായിട്ട് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ പലരും അതിൽ കേടൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ കേട് മിക്സിങ് സാലഡ്സ് കൂടുതലും നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് വേണ്ട. നമുക്കത് വെറുതെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഒനിയൻ നല്ലതാണ്, ഉള്ളി വളരെയധികം നല്ലതാണ്. ഉള്ളി നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ഈ സാലഡ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് എപ്പോഴും നിങ്ങൾ സാലഡ്സ് കഴിക്കേണ്ടത്. അപ്പോൾ ഏത് സമയം എന്ന് നമുക്ക് സാലഡ്സിന് അങ്ങനെ സമയമൊന്നുമില്ല. നമുക്ക് ഏത് സമയത്തും സാലഡ്സ് കഴിക്കാം. വലിയ പ്രശ്നം, കാരണം സാലഡ്സ് എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇപ്പോൾ രാത്രി കഴിച്ച് കഴിഞ്ഞാലും അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സ് കൂടുതൽ മിക്സ് ചെയ്തിട്ട് രാത്രി അല്ലെങ്കിൽ കുറച്ച് നേരത്തെ കഴിച്ചാൽ മതി. വളരെ ലേറ്റായിട്ട് കഴിക്കേണ്ട തന്നേ ഉള്ളൂ, നേരത്തെ കഴിക്കാം. പിന്നെ ഫ്രൂട്ട് സാലഡ് നല്ലതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കുറച്ച് ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട് സാലഡ് എടുക്കാവുന്നത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഈ ഒരു ഐസ്ക്രീംസ് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറപ്സ് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രൂട്ട് സാലഡൊക്കെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ കാര്യമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, ബുള്ളറ്റ് പ്രൂഫ് കോഫി. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാഴ്ചയിൽ 3 days ഒക്കെ അത് ഫോളോ ചെയ്യാം. മധുരം ഇടാതെ ജസ്റ്റ് ഒരു കട്ടൻ കാപ്പി മാത്രം എടുക്കാം. പിന്നെ പലരും ഗ്രീൻ ടീ എടുക്കാറുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ കഴിവതും നിങ്ങൾ ആഴ്ചയിൽ 3 days തന്നെ മതി. അതൊരു പകൽ സമയത്ത് എടുക്കുക, ഈ രാത്രി സമയങ്ങളിലൊന്നും വെക്കേണ്ട. രാത്രി സമയങ്ങളിൽ നമ്മൾ ഗ്രീൻ ടീ അല്ലെങ്കിൽ ഹെർബൽ ടീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു യൂറിൻ ടെൻഡൻസിയൊക്കെ രാത്രി സമയങ്ങളിൽ കൂടും. അതുകൊണ്ട് രാവിലെ നേരങ്ങളിൽ ഈ ഹെർബൽ ടീ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ സാലഡ്സ് കഴിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്ത നമുക്ക് ഡ്രിങ്കുകൾ കാര്യങ്ങളൊക്കെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മളെ ബോഡിക്ക് അനുയോജ്യമായതാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് കുടിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഏത് ഡയറ്റ് എടുക്കുമ്പോഴും സാലഡ്സ് കഴിക്കുമ്പോഴും നിങ്ങൾ എക്സസൈസും കൂടി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് വേണം, ഒരു ഡയറ്റീഷ്യൻ സപ്പോർട്ടോട് കൂടിയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.